തൃശൂർ പെരിഞ്ഞിരത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ശാരീരിക അസ്വസ്ഥത, വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി 27 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികരണമുണ്ടെന്ന് തോന്നുന്നു. ഒരു 30 കിലോ റൈസിന്റെ കുഴിമന്തി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് 6 മണിക്ക് ശേഷം ആണ് കുറച്ച് പേര് ഇങ്ങനെ പാർസല് കൊണ്ടുപോയത്. അപ്പോൾ ഹോട്ടലുകാർ പറയുന്നത് നമ്മള് പാർസല് കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചവർക്കാണ് വന്നിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഹെൽത്ത് ഫുഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ഇവിടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി 27 പേര് കൊടുങ്ങല്ലൂര്, ഇരിങ്ങാലക്കുട, പെരിഞ്ഞിരം സിവിൽസ്, മോഡൽ ഹോസ്പിറ്റൽ. വിവരങ്ങളുമായി MS ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, ഹോട്ടലുകാരുടെ ഭാഗത്ത് എന്തെങ്കിലും പിഴവോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? വൃത്തിഹീനമായ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒക്കെയാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? 27 പേരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പ്രതികരണങ്ങളിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഇത് കേസായിട്ടോ മറ്റോ മാറിയിട്ടുണ്ടോ? പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഈ ഭക്ഷ്യവിഷബാധ തന്നെയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. കാരണം ഒരേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 27 പേരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാത്രി 8:30 കൂടിയാണ് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്. അതായത് ഈ സെന്ററിന് ഈ പെരിഞ്ഞനം സെന്ററിന് വടക്ക് ഭാഗത്തുള്ള ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച അവർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പാഴ്സൽ വാങ്ങിയവർക്കാണ് കൂടുതലും പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ മയണൈസിന്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ ഈ ഭക്ഷണം കൊണ്ടുപോയ പാത്രത്തിന്റെയോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത്. പെരിഞ്ഞനം കയ്പമംഗലം സ്വദേശികളാണ് ആശുപത്രിയിലുള്ളത്. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള തൃശൂർ പെരിഞ്ഞനത്തെ ഒരു ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്കാണ് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചിരിക്കുന്നത്.